എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കൊറിയൻ BL ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ ആ സീനിനനുസരിച്ചുള്ള റിവ്യൂ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് പേര് ചേർന്ന് ഈ പയ്യനെ ബുള്ളി ചെയ്യുന്നുണ്ട്, അവനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഡ്രാമയിലെ മെയിൻ ക്യാരക്ടറായ ഇവൻ കുറച്ച് റൂഡാണ്. അതുകൊണ്ട് തന്നെ ആ പയ്യനെ എല്ലാവരും ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും തന്നെ അവൻ ഹെൽപ്പ് ചെയ്യുകയൊന്നും ചെയ്യാതെ അവൻ അത് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ് അവരൊക്കെ പോവുകയാണ്. എന്നിട്ട് അവന് ആ സമയത്ത് പെട്ടെന്ന് നല്ല രീതിയിൽ വയറുവേദന വരുന്നുണ്ട്. അവൻ വയറുവേദന എടുത്ത് അവിടെ നിന്ന് നല്ല രീതിയിൽ പിടയുന്നുണ്ട്. എന്നിട്ടും ഇവനാണെങ്കിൽ അവൻ്റെ അടുത്ത് പോവുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇവൻ പതുക്കെ എണീച്ചിട്ട് അവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും നടക്കാത്തതുപോലെ അവിടെ നിന്ന് എണീച്ച് പോവുകയാണ്. ഇവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ടും ആണ് അവൻ ഹെൽപ്പ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നതും. ആദ്യം ഇവർക്ക് തമ്മിൽ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇവൻ അവനോട് വളരെ റൂഡായിട്ടാണ് എപ്പോഴും ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ എവിടെയോ കെയർ ചെയ്യുകയും ഒരു ചെറിയ വിഷമമൊക്കെ അവന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം വെള്ളം കുടിക്കാൻ വന്ന സമയത്ത് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ്റെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവൻ വേദന കൊണ്ട് പിടയുന്നതാണ് അവൻ കാണുന്നത്. ഉടനെ തന്നെ ഇവൻ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ രാത്രി ഫുള്ളും അവൻ്റെ കൂടെ അവന് കൂട്ടിയിരിക്കുന്നുണ്ട്. ഇതുവരെ അവനെ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.